കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. അഴീക്കോട് പുതിയപറമ്പ് റോഡിൽ വെള്ളം കയറി. ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഈ പ്രദേശത്ത് വെള്ളം കയറിയത്. മഴക്കാലത്തിന് മുൻപ് ഓവുചാലുകൾ വൃത്തിയാക്കാതിരുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഈ വെള്ളക്കെട്ടിനിടയാക്കിയത് ഈ ഓവുചാല് വൃത്തിയാക്കാതിരുന്നൊരവസ്ഥയുണ്ട്. എന്താണ് നിലവിലെ സ്ഥിതി? നീലിമ, മഴ ശക്തമാകുന്നൊരു സാഹചര്യം തന്നെയാണ്. ഈ ശക്തമായ മഴയിലാണ് കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും മണ്ണിടിയുന്ന ഒരവസ്ഥയുണ്ടായത്. മഴയിലാണ് മണ്ണ് കുതിർന്നിങ്ങനെ നിർമ്മാണം നടക്കുന്ന പാതയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഈ ദേശീയപാതയുടെ ഭാഗത്തുള്ള വീടുകളിലേക്ക് വ്യാപകമായി തെളിവെള്ളം ഒഴുകിയെത്തുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉടനടി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ രംഗത്ത് വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, കണ്ണൂർ അഴീക്കോട് പുതിയപറമ്പ് റോഡിലാണ് ഈ ശക്തമായ മഴയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായ അവസ്ഥയുണ്ടായത്. ഈ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ പ്രദേശത്ത് വെള്ളം കയറിയത്. മാത്രമല്ല, മഴക്കാലത്തിന് മുമ്പ് ഓവുചാലുകൾ വൃത്തിയാക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. മാത്രമല്ല, നിരവധി തവണ പഞ്ചായത്തിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും നിലവിലെ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ BJPയുടെ പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത്. നീലിമ, ശരി. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. അഴീക്കോട് പുതിയപറമ്പ് റോഡിൽ വെള്ളം കയറി. ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഈ പ്രദേശത്ത് വെള്ളം കയറിയത്. വിവരങ്ങളാണ് മിഥുൻ പിള്ള നൽകിയത്.